ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു മെഹന്തി വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ ശ്രമിക്കണേ. ഇന്നൊരു ഫുൾ ഹാൻഡ് മെഹന്തി ഡിസൈനാണ് വരക്കുന്നത്. അപ്പോൾ കൈപ്പത്തിൻ്റെ കുറച്ച് താഴ്ന്നായിട്ട് ഇതുപോലെ ഒന്ന് 4 ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ലൈനിൻ്റെ ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. മുകളിൽ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലൊക്കെ ഹംസ് വരച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഹംസിന് മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് അതിൽ 3 പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ഹംസിന് മുകളിൽ ഫുള്ളായിട്ട് ഇതുപോലെ സ്പൈറൽ വരച്ച് കൊടുത്തിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സെൻട്രലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുത്ത ശേഷം 2 സൈഡിൽ നിന്നും കർവ് വരുന്ന ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് രൂപത്തിൽ വരച്ചെടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിനും ഈ വരച്ചെടുത്ത ലൈൻസിനും ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് സിഗ്സാഗിൽ വരുന്ന ലൈൻസ് ഒന്ന് വരച്ചെടുക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സൈഡിലും ലൈൻസ് വരച്ച് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം കർവ് വരുന്ന ഒരു ലൈന് കൈപ്പത്തി തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഒന്ന് വരച്ചെടുക്കുക. ഇനി ഈ വരച്ചെടുത്ത ലൈനിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ സ്പൈറൽസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി ആ ഒരു ലൈനിന് മുകളിൽ മുഴുവനായിട്ടും ഹംസ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഹംസിന് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് ചെറിയ ഫിംഗറിൻ്റെ താഴോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കർവ് വരുന്ന 2 ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈൻസിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ചെരിഞ്ഞ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലോട്ടും ലൈൻസ് വരച്ചെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുക. എന്നിട്ട് ഓരോ 4 കോളങ്ങളും കൂട്ടിമുട്ടുന്ന സെൻട്രലായിട്ട് ഓരോ പ്ലസ് ചിഹ്നം വീതം വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ കോളങ്ങളുടെ ഉൾഭാഗത്തായിട്ടും ഒന്ന് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഓരോ ലൈൻസിൻ്റെ സെൻട്രലായിട്ടും ഇതുപോലെ ഒന്ന് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഇനി നേരത്തെ വരച്ചെടുത്ത രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് സ്പൈറൽസ് വരച്ചെടുക്കുക. അങ്ങനെ ആ ഒരു ലൈന് മുഴുവനായിട്ടും സ്പൈറൽസ് വരച്ച ശേഷം ഓരോ സ്പൈറലിൻ്റെ മുകളിലായിട്ടും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. നോമ്പൊക്കെ തുടങ്ങിയിട്ടുള്ളെങ്കിലും നല്ല രീതിക്ക് തന്നെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിചാരിച്ച പോലെ ഡെയിലി വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ലൈവിൽ വരാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം പറ്റുന്ന പോലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. ഇനി ഈ ഒരു ഡിസൈനിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ കൈയിൻ്റെ ഫിംഗേഴ്സ് തുടങ്ങുന്ന ഭാഗത്ത് ലൈൻസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 2 ലൈൻസ് വീതം വരച്ചു കൊടുത്ത ശേഷം ഈ വരച്ചെടുത്ത ലൈൻസിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ ഇതുപോലെ 2 സൈഡിലും ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ലൈൻസിന് മുകളിലായിട്ട് ചെറിയ ചെറിയ ലീവ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും വരച്ചെടുത്ത എല്ലാ ലൈൻസിന് മുകളിലും ലീവ്സ് ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സ്ക്വയറിൻ്റെ ഒക്കെ ഉൾഭാഗത്തായിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തെ ഡിസൈന് ഫില്ല് ചെയ്തെടുക്കുക. വീട് റോഡ് സൈഡിനടുത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കോഴിൻ്റെ സൗണ്ടൊക്കെ വീഡിയോസിൽ കേൾക്കുന്നുണ്ടാവും. ഒത്തിരി തവണ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീണ്ടും വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനിയും വീണ്ടും വീണ്ടും വോയിസ് കൊടുക്കാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നേരത്തെ വരച്ചെടുത്ത രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് തള്ളവിരലിൽ ഇതുപോലെ ഒന്ന് വിരലിൻ്റെ ഷേപ്പിൽ ആദ്യം ഒരു ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് ക്രോസായി വരുന്ന രീതിയിൽ ഒന്ന് ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ഫിംഗേഴ്സിലൊക്കെ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഓരോ ഫിംഗേഴ്സിലും 2 സ്പൈറൽ വീതം വരുന്ന രീതിയിൽ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലൊക്കെ ഓരോ ഡോട്ട്സ് വീതം ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ചെറിയ വിരലിലും 2 ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് തള്ളവിരലിൽ ചെയ്ത പോലെ തന്നെ ക്രോസ് ആക്കിയിട്ട് ഒരു ലൈൻ കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലുള്ള 3 ഫിംഗേഴ്സിലും വീഡിയോയിൽ കാണുന്ന പോലെ കർവ് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി അതിന് മുകളിലായിട്ട് ഒരു ലെയർ കൂടെ കർവ് വരുന്ന ലൈനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിംഗേഴ്സിൻ്റെ ഒക്കെ എൻഡിലായിട്ട് 2 ലൈൻസ് വീതം വരച്ചെടുത്തിട്ട് നേരത്തെ ഫിംഗേഴ്സിൽ ചെയ്തെടുത്ത പോലെ തന്നെ ഒന്ന് ക്രോസാക്കി ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫിംഗേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പിൽ സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡിലോട്ട് മാത്രം ലൈൻസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഇനി 2 സൈഡിലോട്ടായിട്ട് ലൈൻസ് വേണമെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സൈഡിലോട്ടും ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് തുടക്കത്തിൽ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലൊക്കെ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.